ഏത് കുഴഞ്ഞതിൽ നിന്നും, ഏത് ചെളിയിൽ നിന്നും, ഏതു തരത്തിൽ കുഴഞ്ഞു മറിഞ്ഞതിൽ നിന്നും രൂപപ്പെടുത്തുന്ന, ഭംഗി കൊണ്ടുവരുന്ന, അതിനെ വൃത്തിയുള്ളൊരു പാത്രമാക്കി മാറ്റുന്ന ഒരു ദൈവകരമുണ്ട്. പ്രാർത്ഥനയിൽ ഏത് വക്കുകൂടിയതിനെയും ഏത് ചളുങ്ങിയതിനെയും ദൈവത്തിന് രൂപപ്പെടുത്താൻ പറ്റും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിമലപാതയിൽ എന്ന ഈ ഒരു അനുഗ്രഹീത ശുശ്രൂഷയുടെ 30ാമത്തെ ദിവസമാണ് നമ്മളിന്ന് എത്തി നിൽക്കുന്നത്. ഈ ഒരു ശുശ്രൂഷയിൽ നിയോഗത്തോടെ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട്, നിയോഗങ്ങളുണ്ട്. അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ആരാധനയിൽ സമർപ്പിക്കുകയാണ്. ഞാൻ പറയുന്ന ഓരോ വിഷയങ്ങളും അത് നിങ്ങളുടെ ജീവിതത്തെ പുതുക്കിപ്പണിയാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തുന്ന വിഷയങ്ങളാണ്. കാരണം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് ദൈവത്തിലുള്ള പ്രത്യാശയാണ്. പ്രതീക്ഷയോടെയാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക. ദൈവത്തിലുള്ള പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നത്. ഇന്ന് ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ ഈ 30ാമത്തെ ദിവസം സാധാരണ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുന്നത് പോലെ കേൾക്കുന്നൊന്നാകാതെ നമ്മൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്തിന് ആ ഗൗരവം, ആ ഒരു പ്രാധാന്യം കൊടുത്ത് നമുക്ക് ഈ സമയം ഇത് കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പാണ്. ദൈവവചനം അത് അനേകരുടെ ജീവിതത്തെ പുതുക്കിപ്പണിയും. ആ വചനം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ വചനത്തിന് ഈ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ ഒരു തോന്നലിൽ മാത്രമല്ല, ഇന്നത് യാഥാർത്ഥ്യമാകും. ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ ശുശ്രൂഷാ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന വിവിധ ജീവിത അന്തസ്സുകളിൽ ഉള്ളവരുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ചിലപ്പോൾ കുറേ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ വചനം കേൾക്കുക. ഒരുപക്ഷെ വചനം കേൾക്കാൻ വേണ്ടി തന്നെ പ്രത്യേകമായി ഒരുങ്ങി ഒക്കെ ഇരിക്കുന്നൊരു അന്തരീക്ഷമാകാം. എന്തായാലും നിങ്ങളുടെ ചെവികളിൽ മുഴങ്ങുന്നത് ദൈവത്തിൻ്റെ ജീവൻ്റെ വചനമാണ്. ഈ വചനം നിങ്ങളെ നശിപ്പിക്കുന്ന ഒന്നല്ല, അത് പുതുക്കിപ്പണിയുന്ന ഒന്നാണ്. എറിഞ്ഞുകളയുന്ന ഒന്നല്ല, അതിനെ നവീകരിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ ജീവിതത്തെ നവീകരിക്കുന്നതാണ് ദൈവവചനം. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 18ാമത്തെ അധ്യായമാണ് 30ാമത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത്. 30ാമത്തെ ദിവസത്തിന് പ്രാധാന്യമുണ്ട്, ഈ വിഷയത്തിനും പ്രാധാന്യമുണ്ട്. അത് ജെറമിയ പ്രവാചകനെ ചില കാര്യങ്ങൾ ദൈവം കാണിച്ചു കൊടുക്കുന്ന ഒരു ഭാഗമാണ്. അതിലെഴുതിയിരിക്കുന്നത് കുശവൻ എന്ന ഒരു പേരാണ്. കുശവൻ്റെ വീട്ടിൽ എന്താണ്, ആരാണ് കുശവൻ? മണ്ണ് കൊണ്ട് പാത്രമുണ്ടാക്കുന്ന ആ ഒരു കലയിൽ ഏർപ്പെടുന്ന ആ ഒരു സമൂഹം, ആ ഒരു വ്യക്തിയുടെ പേരാണ് കുശവൻ. അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ തന്നെ മണ്ണുകൊണ്ട് പാത്രങ്ങൾ, ഭംഗിയുള്ള നല്ല വിലയുള്ള, നമുക്കൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന നല്ല പാത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്തിനാണിത്? ബൈബിളിൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ദൈവവും ഒരു കുശവനെ പോലെയാണ്. നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന കുശവനാണ് ദൈവം. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് മനുഷ്യനെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. മണ്ണിൽ നിന്നാണ് മനുഷ്യന് രൂപം കൊടുത്തത്. ആ ദൈവത്തിൻ്റെ പേര് കുശവൻ. കുശവൻ, അതാണ് ജെറമിയായിലൂടെ ദൈവം സംസാരിക്കുന്ന കാര്യം. 18ാം അധ്യായം 1ാമത്തെ വാക്യം എന്നറിയാമോ? ജെറമിയായോട് കർത്താവ് അരുളി ചെയ്യുന്നു. ആരോട് അരുളി ചെയ്തു? കർത്താവ് ജെറമിയായോട്. അല്ലാണ്ട് ജെറമിയായ്ക്കുണ്ടായ ഒരു ദർശനം മാത്രമല്ല ഇത്. ദൈവത്തിൻ്റെ സ്വരം ജെറമിയ കേട്ടതാണ്.
അത് പ്രവാചകന്മാരോ നാട്ടുകാരോ പറഞ്ഞൊരു കാര്യമല്ല, ദൈവം തന്നെ പറഞ്ഞതാണെന്ന് 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ധ്യാനിക്കാൻ പോകുന്നത്. കർത്താവ് അരുളി ചെയ്തു, നീ എഴുന്നേറ്റ്. അപ്പോൾ ജെറമ്യായി എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? എഴുന്നേറ്റ് ഞാൻ കാണിച്ചു തരുന്ന കുശവൻ്റെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ജെറമ്യായ്ക്കൊന്നും മനസ്സിലായില്ല. കാരണം ഇത് പ്ലാൻഡായിട്ട് വന്ന് പ്രതീക്ഷിച്ച സമയത്ത് വന്നതൊന്നുമല്ല, പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടായ ഒരു ദൈവീക ഇടപെടലാണ്. ജെറമ്യായോട് പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേറ്റിട്ട് ഞാൻ കാണിച്ചു തരുന്ന കുശവൻ്റെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ജെറമ്യാ സ്വാഭാവികമായും ചോദിച്ചിട്ടുണ്ടാവും, ഞാൻ ഇതിനവിടെ പോകണം, ഞാനവിടെ പോയി എന്താണ് ചെയ്യേണ്ടത്? അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും മേടിക്കാനുണ്ടോ? അപ്പോൾ ദൈവം പറഞ്ഞ ഒരു കാര്യം നോക്കൂ, അവിടെ വച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. ഇവിടെ വച്ചല്ല, നീ ആ കുശവൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് നിൽക്കുമ്പം ഞാൻ നിന്നോട് സംസാരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സംസാരം അത് നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. അപ്പോൾ ജെറമ്യാ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെല്ലുമ്പം പ്രതീക്ഷിക്കാതെ വിളിച്ചു പറയാതൊക്കെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ എന്താ കണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. 3-ാമത്തെ വാക്യം, ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ ചക്രത്തിന്മേൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ വീട്ടിൽ. ആ മനുഷ്യൻ, ആ കുശവൻ രാവിലെ എഴുന്നേറ്റ് മണ്ണ് കുഴച്ച് അദ്ദേഹത്തിൻ്റെ തൊഴിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ സാഹചര്യത്തിലിരുന്ന് മണ്ണ് കുഴച്ച് പാത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചക്രത്തിന്മേൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലവിടെ ഒരു ചക്രമുണ്ട്, ഒരു ചക്രം. അതിലിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പം നിങ്ങൾ ഓർക്കണം, ആ കുശവൻ്റെ ഒരു കൈ കൊണ്ടല്ല ഈ പാത്രം ഉണ്ടാക്കുന്നത്, 2 കൈ കൊണ്ടുമാണ്. അവിടെ ഈ ജെറമ്യാ കാണുവാണ്, 2 കൈകൾ കൊണ്ടും കുഴഞ്ഞ മണ്ണിനെ എടുത്ത് രൂപപ്പെടുത്തുന്നൊരു കരം കണ്ടു. ദൈവവചനം 30-ാമത്തെ ദിവസം ശ്രദ്ധിക്കുന്ന, കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിങ്ങളും ഒന്ന് വിശ്വാസത്തിൽ കണ്ടേ, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന 2 കരങ്ങളുണ്ട്. എന്തിനെയാണ് രൂപപ്പെടുത്തിയെന്നറിയോ? കുഴഞ്ഞ മണ്ണിനെ. പാത്രം എല്ലാവർക്കും ഇഷ്ടമാണ്, മണ്ണും ചെളിയൊന്നും എല്ലാവർക്കും അത്രയും പിടിക്കുകയില്ല. ചെളി പറ്റും, പൊടി പറ്റും, വൃത്തികേടാ, കൈ കഴുകും അന്നേരെ. പാത്രം എല്ലാവർക്കും ഇഷ്ടമാണ്. മണ്ണിൻ്റെ വിലയല്ല പാത്രത്തിന്. കുഴച്ച മണ്ണിനെ, രൂപമില്ലാത്ത, തൊട്ടാ നേരെ ചെളി പറ്റുന്ന മണ്ണിനെ 2 കൈ കൊണ്ടും എടുത്ത് അതിനെ ചക്രത്തിന്മേലെടുത്ത് വയ്ക്കുന്നൊരു കുശവനെ കണ്ടു. ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങളാരുമാകട്ടെ, നിങ്ങളുടെ ജീവിതം എന്ത് കുഴഞ്ഞതും എന്തുമാത്രം ചെളിയുള്ളതും രൂപമില്ലാത്ത വിധത്തിൽ കുഴഞ്ഞ് മറിഞ്ഞ് ചെളി പോലെ കിടക്കുന്ന ഒരു അവസ്ഥയായിക്കോട്ടെ, ദൈവം അതിനെ 2 കൈ കൊണ്ടും എടുക്കും. അതാണ് ജെറമ്യാ ആദ്യം കണ്ട കാഴ്ച. ജെറമ്യായ്ക്ക് അത്ഭുതമായി. ചെളി പിടിച്ച ആ വെറും കുഴഞ്ഞിരിക്കുന്ന മണ്ണിനെ 2 കൈ കൊണ്ടും എടുക്കുന്ന കുശവൻ, എന്നിട്ട് എവിടെ ചക്രത്തിന്മേലോട്ടെടുത്ത് വയ്ക്കും. ഇപ്പോൾ കേൾക്കുന്ന ഈ വചനമുണ്ടല്ലോ, നിങ്ങളെ രൂപപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനമാകുന്ന ചക്രമാണിത്. ഇതിലോട്ടാണ് നിങ്ങളുടെ ജീവിതത്തെ ദൈവം കയറ്റിവെക്കുക. ഈ ധ്യാനമെല്ലാം, ഈ വചനമെല്ലാം ഇങ്ങനെ കേൾക്കുമ്പോഴേ കേൾക്കാൻ മാത്രമുള്ള ഒന്നല്ല ഇത് നിങ്ങളുടെ ജീവിതത്തെ ഈ വചനമാകുന്ന ചക്രത്തിൽ കയറ്റിവെച്ച് നിങ്ങളുടെ ജീവിതത്തിന്, നിങ്ങളുടെ സ്വഭാവത്തിന്, നിങ്ങളുടെ കുടുംബത്തിന് ദൈവം രൂപം കൊടുക്കുകയാണ്, രൂപപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ വാക്ക് ശ്രദ്ധിച്ച്, രൂപപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. ഏത് കുഴഞ്ഞതിൽ നിന്നും, ഏത് ചെളിയിൽ നിന്നും, ഏതു തരത്തിൽ കുഴഞ്ഞു മറിഞ്ഞതിൽ നിന്നും രൂപപ്പെടുത്തുന്ന, ഭംഗി കൊണ്ടുവരുന്ന, അതിനെ വൃത്തിയുള്ളൊരു പാത്രമാക്കി മാറ്റുന്ന ഒരു ദൈവകരമുണ്ട്. നിങ്ങളുടെ ജീവിതവും മണ്ണുപോലെ കുഴഞ്ഞതും പ്രശ്നങ്ങൾ കൊണ്ട് മറിഞ്ഞതും ആകെ താളം തെറ്റിയ ഒന്നായിരിക്കും. നിങ്ങളെ ദൈവവചനമാകുന്ന ചക്രത്തിന്മേൽ ദൈവം കയറ്റിവെക്കുന്ന 30-ാം ദിവസമാണിന്ന്. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ വഴിതെറ്റിപ്പോയൊരു മകനുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞാൽ അനുസരിക്കാത്തൊരു മകളുണ്ട്. ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവമേ, അങ്ങയുടെ കരം കൊണ്ട് ഞങ്ങളുടെ മകനെ, മകളെ ഈ ദൈവവചനമാകുന്ന ചക്രത്തിലിരുത്തി അതിനൊന്ന് രൂപപ്പെടുത്തണേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവത്തിൻ്റെ കരമാ രൂപം നൽകുന്നത്. നമ്മുടെ ഉപദേശമല്ല എപ്പോഴും ഫലമുണ്ടാകുന്നത്. ഉപദേശം എല്ലാവർക്കും ഇഷ്ടമല്ല.
ഒരാളെ ഉപദേശിച്ചാൽ പറയും, എന്നെ ഉപദേശിക്കാൻ വരണ്ട കേട്ടോ എന്ന് പറയും. ഉപദേശം ആർക്കും ഇഷ്ടമല്ല. സ്ഥിരമായി ഉപദേശിക്കുന്ന ഒരാളെ കണ്ടാൽ വേറെ വഴിക്ക് പോകും. ഉപദേശമല്ല ഇവിടെ വില. ഉപദേശം കൊണ്ടല്ല, ദൈവവചനം അത് നമ്മളിൽ പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ ചലിക്കണം. ദൈവത്തിന് ഇതുപോലെ വിരലുകളും കൈകളുമുണ്ട്. ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ ചലിക്കുമ്പോഴാണ്, നമ്മുടെ കുടുംബത്തിൽ അത് പ്രവർത്തിക്കുമ്പോഴാണ് ജീവിതത്തിനാണേലും കുടുംബത്തിനാണേലും സൗന്ദര്യവും എല്ലാം കൈവരുന്നത് അപ്പോഴാണ്. അപ്പോൾ ജെറമിയ കണ്ടു, കുശവനിങ്ങനെ മണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കി ചക്രത്തിൽ പണിയെടുക്കുന്നത് കണ്ടു. 4-ാമത്തെ വാക്യം. അപ്പോൾ ജെറമിയ ഇത് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ജെറമിയ ഒരു പ്രത്യേകത കണ്ടു ഇതിനകത്ത്. അതാണ് 4-ാമത്തെ വാക്യം. കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ശരിയാകാതെ പോകുന്നു. വക്ക് കോടിപ്പോകുന്നു. പ്രതീക്ഷയോടെ എടുത്ത് വച്ചതാണ്, അത് ചളുങ്ങിപ്പോകുന്നു. വക്ക് കോടിപ്പോകുന്നു. അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്നു. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. ജീവിതം ഇങ്ങനെയാണ്. ചിലപ്പോൾ ശരിയാകാതെ പോകും, ചിലപ്പോൾ അതിൻ്റെ വക്ക് കോടിപ്പോകും, ചിലപ്പോൾ അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും. സ്വാഭാവികമാണ്, ശരിയാകാതെ പോകും. എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ ശരിയാകാതെ പോയിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, ഞാൻ പ്രതീക്ഷിച്ചു പല കാര്യങ്ങളും, പക്ഷേ ശരിയായില്ല. ഞാൻ പ്രതീക്ഷയോടെ ആരംഭിച്ചു, ശരിയായില്ല. ശരിയാകാതൊക്കെ പോകും. അത്രയും വില കൊടുത്താൽ മതി. ശരിയാകാതെ പോവും. ശരിയാകാതെ പോയതിനെയും ദൈവം ശരിയാക്കുന്നത് കണ്ടോണം. ദൈവത്തിൻ്റെ ശക്തിയും വചനത്തിൻ്റെ ആ ഒരു കൊണ്ടുവരുന്ന മാറ്റമൊക്കെ ഒത്തിരി പേർക്ക് അറിയത്തില്ല. എല്ലാവർക്കും ബൈബിൾ ഉണ്ടെന്നേ അറിയത്തുള്ളൂ. ബൈബിളിലുള്ള കാര്യങ്ങൾ ഒത്തിരി പേർക്ക് അറിയില്ല. ബൈബിൾ ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, ബൈബിളിൽ ജീവിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് അറിയണം. ആ വചനത്തിന് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ കഴിയുമെന്നറിയണം. മറ്റ് പുസ്തകം പോലെ ഇത് വായിച്ചു വിടരുത്. മറ്റ് പുസ്തകത്തിലെ കാര്യങ്ങൾ ഓർക്കത്തരുന്ന ഓർത്തിരുന്നാൽ പോരിത്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിരലുകൾ ചലിക്കും, രൂപപ്പെടുത്തും. ദൈവത്തിൻ്റെ കരം അത്ഭുതകരമായി മാറും. ഒരു സമയത്ത് 2 പേർ തമ്മിൽ ഭയങ്കര മത്സരം നടക്കുകയാണ്, വാക്കുകൊണ്ടുള്ള മത്സരം, ഒരു ഡിബേറ്റാണ്. അതിലൊരാളുടെ മകൻ കഞ്ചാവിന് അടിമയാണ്. അത് ഈ മറ്റേ വ്യക്തിക്ക് അറിയാം. അപ്പോൾ ഇത് വെച്ച് അയാൾ അവസാന കൈയായിട്ട് എറിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, താങ്കളുടെ മകൻ ആരാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. താങ്കളുടെ മകൻ എത്ര കേസുണ്ടോ തനിക്ക്, താങ്കളുടെ മകൻ്റെ പേരിൽ തന്നെ എത്ര കേസുണ്ടോ പോലീസ് സ്റ്റേഷനിൽ, താങ്കളുടെ മകനെക്കുറിച്ച് നാട്ടിൽ നല്ല പേരാണെന്ന് പറഞ്ഞ പുള്ളി ശരിക്കും അങ്ങോട്ട് അസ്ത്രം പോലെ അങ്ങോട്ട് ചെയ്തു. അങ്ങനെ അയാൾ പെട്ടെന്ന് എല്ലാവരുടെയും മുമ്പിൽ അങ്ങോട്ട് തകർന്ന പോലായി. അയാളുടെ മുഖഭാവമൊക്കെ മാറി. അവസാന കൈയായി എറിഞ്ഞതാണ്. ആ മനുഷ്യൻ തിരിച്ചു പറയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മറുപടി തിരിച്ചു പറഞ്ഞു. വളരെ സൗമ്യതയോടെ പറഞ്ഞു, സത്യമാണ്, എൻ്റെ മകൻ ലഹരിക്കടിമയാണ്. അവനെ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ അവൻ ചെന്നിട്ടുണ്ട്. പോലീസുകാരുടെ അടി അവന് കിട്ടിയിട്ടുണ്ട്. അവൻ്റെ ശരീരത്തിൽ നല്ല പരിക്കുണ്ട്. ആൾ ക്ഷീണിതനായിരുന്നു. ഞാൻ ഒരുപാട് പേര് ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾ അവസാനം പറഞ്ഞതെന്നറിയാമോ? പ്രാർത്ഥനയിൽ അവനെ ഞങ്ങൾക്ക് നല്ലൊരു മകനായി ദൈവം തിരിച്ചു തന്നു എന്ന്. അതെല്ലാവരെയും സ്തംഭിപ്പിച്ചൊരു വാക്കാണ്, പ്രാർത്ഥനയിൽ. ആ പറഞ്ഞത് വളരെ പ്രശസ്തിയിൽ നിൽക്കുന്നൊരു ആളാണ്. അയാൾ പറഞ്ഞൊരു വാക്കാണ് ഇപ്പോൾ എടുത്തു പറയുന്നത്, പ്രാർത്ഥനയിൽ ആ മകനെ, എൻ്റെ മകനെ ദൈവം ഞങ്ങൾക്ക് നല്ലൊരു മകനായി തിരിച്ചു തന്നു. ആരാ ഇവിടെ പ്രവർത്തിച്ചത്? ആ മനുഷ്യൻ പിന്നീട് പറഞ്ഞൊരു വാക്കുണ്ട്. ഈ അപ്പൻ തന്നെ മകനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ, ലഹരിയിൽ നിന്ന് വിമുക്തനാകാനുള്ള ട്രീറ്റ്മെൻറ്റിനെ ചെല്ലുമ്പോൾ ഒരു പേപ്പർ കൊടുത്തു. അതിനകത്ത് 100 മയക്കുമരുന്നിൻ്റെ പേരുകൾ. ഡോക്ടർ പറഞ്ഞു, താങ്കൾ ഉപയോഗിച്ചിരിക്കുന്ന ലഹരി വസ്തുക്കൾ ടിക്ക് ചെയ്യുക, എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 94% ശരികളും അതിനകത്ത് വന്നു. ഇതെല്ലാം പല സമയത്തായി ഉപയോഗിച്ചിട്ടുണ്ട്. 94ഓളം മയക്കുമരുന്ന് 100 എണ്ണത്തിൻ്റെ പേരുള്ള ഒരു പേപ്പറാണ്. അതിൽ ഉപയോഗിച്ച മയക്കുമരുന്ന് ടിക്ക് ചെയ്യാൻ പറഞ്ഞു. 94 എണ്ണം ടിക്ക് ചെയ്തു. ഇതെല്ലാം ഉപയോഗിച്ചതാണെന്ന് പറഞ്ഞു. ഈ അവസ്ഥ, ഇത്രയും അടിമയായിപ്പോയ, ശരീരം ക്ഷീണിച്ചു പോയ, സൗന്ദര്യം നഷ്ടപ്പെട്ട ഇവനെങ്ങനെ നല്ല ജീവിതം വന്നു? അതാണ് ചെളിയിൽ നിന്ന് രൂപപ്പെടുത്തുന്ന ദൈവകരമുണ്ട്. പ്രാർത്ഥനയിൽ ഏത് വക്കുകൂടിയതിനെയും ഏത് ചളുങ്ങിയതിനെയും ദൈവത്തിന് രൂപപ്പെടുത്താൻ പറ്റും. ഞാൻ പറയുന്നത് ആരോടോ അല്ല, നിങ്ങളോടാണ്, നിങ്ങളുടെ ഭവനത്തിലുള്ളവരോടാണ്.
നിങ്ങളെന്ന പ്രിയപ്പെട്ടവരോടാണ്. നിങ്ങളുടെ വക്കുകൂടിയ പാത്രത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്നത് വക്കുകൂടിയും ചളുങ്ങിയും പൊട്ടിപ്പോയിട്ടൊക്കെയാണെങ്കിൽ, ജീവിതം പൊട്ടിപ്പോയതാണോ, ജീവിതം പൊളിഞ്ഞു പോയതാണോ, ജീവിതത്തിൻ്റെ വക്കുകൾ സൗന്ദര്യം നഷ്ടപ്പെട്ടോ, ദൈവം തൻ്റെ കൈകൾ കൊണ്ട്, ദൈവം ഒരു കുശവൻ. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ദൈവത്തിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞത്, ഗോഡ് ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ആർക്കിടെക്റ്റ്, ഹീസ് ആൻ ഇൻ്റലിജൻറ്റ് ക്രിയേറ്റർ. അതാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. സാധാരണ ക്രിയേറ്റർ അല്ല, സാധാരണ ഒരു എൻജിനീയർ അല്ല, ഇൻ്റലിജൻ്റ് ആണ്. ഏത് കുഴഞ്ഞതിൽ നിന്നും മനോഹരമുള്ളതിനെ കൊണ്ടുവരാൻ കഴിവുള്ള ഇൻ്റലിജൻ്റ് ആർക്കിടെക്റ്റ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ജീവിതത്തെ കൊടുക്കുക, നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളും ദൈവമാകുന്ന ആ കുശവൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വല്ലായ്മകളും ദുഃഖങ്ങളും പരാജയങ്ങളും കൊടുക്കുക. ആ ചക്രത്തിന്മേൽ അത് കയറ്റിവെച്ച് ദൈവം തൻ്റെ കൈകൾ കൊണ്ട് നിങ്ങളുടെ ഭവനത്തെ, സ്വഭാവത്തെ, ജീവനെ, ജീവിതത്തെ രൂപപ്പെടുത്തുമെന്നാണ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. രൂപപ്പെടുത്തും. അടുത്ത വാക്ക് എന്താണെന്ന് നോക്കാം. പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് എഴുതിയിരിക്കുകയാണ്, അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ രൂപപ്പെടുത്തും. എഴുതിയിരിക്കുകയാണ്, ശരിയാകാതെ പോകുമ്പോൾ സാധാരണ മനുഷ്യൻ ചെയ്യും, അത് കറക്കി പറമ്പിലോട്ട് ഒറ്റ ഏറെറിയും. ഇത് ശരിയാവൂല എന്നും പറഞ്ഞ് ചിലപ്പോൾ 2 ചീത്ത വാക്കും പറഞ്ഞെന്നിരിക്കും. അപ്പോൾ ഈ ജെറമിയ കാണുവാണ്, ഈ കുശവനൊരു പ്രത്യേകതയുണ്ട്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചങ്ങ് രൂപപ്പെടുത്തി വരുമ്പം വക്കുകൂടിപ്പോയി ചളുങ്ങിപ്പോയി, അന്നേരെ അത് ചുരുട്ടി കുഴച്ചത് എറിഞ്ഞു കളയുകയല്ല, വീണ്ടും അതാ ദൈവം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ആ ശരിയാകാതെ പോയതിനെ കൈകളിലെടുത്ത് തനിക്കിഷ്ടമുള്ള രൂപത്തിൽ വീണ്ടും അതിനെ ഇങ്ങനെ കൊണ്ട് രൂപപ്പെടുത്തും, ഭംഗിയുള്ളതാക്കി മാറ്റും. നിങ്ങളുടെ ജീവിതവും ഇങ്ങനെ ചിലപ്പോൾ ശരിയാകാതെ പോയിട്ടുണ്ടാവും കേട്ടോ. നല്ല പ്രതീക്ഷയോടെ ആരംഭിച്ചു, പ്രാർത്ഥനയോടെ ആരംഭിച്ചു, എല്ലാം റെഡിയാണ്, പക്ഷെ ശരിയാകാതെ പോയി. ശരിയായില്ല, വക്ക് ഓടിപ്പോയി, സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയി, പൊട്ടിപ്പോയി. ദൈവം അതിനെ എടുത്ത് എറിയത്തില്ല. ദൈവം അതിനെ ഇത് കൊള്ളത്തില്ല, ഇത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് പറമ്പിലോട്ട് കളയല, അതിനെ വീണ്ടും എടുക്കും. അതാണ് ഇപ്പോൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ദൈവം വീണ്ടും എടുത്തിരിക്കുക നിങ്ങളെ. നിങ്ങൾ പറയുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ല, പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല, ഉപവാസം കൊണ്ട് കാര്യമില്ല. ഈ പറയുന്ന നിന്നെ ദൈവം വീണ്ടും കൈകളിലെടുക്കുക, രൂപപ്പെടുത്താൻ. നിൻ്റെ ജീവിതത്തെ ദൈവം രൂപപ്പെടുത്തുന്നു. വീണ്ടും കൈകളിലെടുത്തിട്ട് എന്ന് എഴുതിയിരിക്കുന്ന വാക്കുകൾക്ക് ഭയങ്കര അർത്ഥമുണ്ട്. തനിക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ മെനയും. എങ്ങനെയേലും എന്തേലും ഒരു പാത്രമാകട്ടെ, ആ ചെടിച്ചട്ടിയാണ് ചെടിച്ചട്ടി, ഇങ്ങനെ ഇതൊരു പാത്രം ഇരിക്കട്ടെ, എന്തേലും അല്ല, തനിക്കിഷ്ടമുള്ള രൂപത്തിലേ മെനയും. ദൈവത്തിന് നിങ്ങളെക്കൊരിഷ്ടമുണ്ട്. ആ ഇഷ്ടമുള്ള രൂപത്തിൽ മെനയുന്ന ദിവസങ്ങളായിരുന്നു 30 ദിവസങ്ങളും. ദൈവം തനിക്കിഷ്ടമുള്ള രൂപത്തിൽ നിങ്ങളുടെ കുടുംബത്തെ മെനഞ്ഞ് രൂപപ്പെടുത്തുകയാണ്, അനുഗ്രഹമുള്ള ഒരവസ്ഥയിൽ. എന്നിട്ട് ഈ പാത്രം എവിടെ എത്തുമെന്നറിയോ? ഇന്ന് മണ്ണിലും ചെളിയിലൊക്കെ കിടക്കുന്ന ഈ പാത്രം നാളെ കടകളിലെത്തും. നാളെ അത് നല്ല നല്ല ഷോപ്പുകളിലെത്തി നല്ല അലമാരിയിലൊക്കെ ഇരിക്കും. മണ്ണിൻ്റെ വിലയല്ല പാത്രത്തിന്, ഇന്നത്തെ വിലയല്ല നാളെ. ഇന്നതിനാകെ ഇത്രയ്ക്കിത്രേ വിലയുള്ളൂ, മുഴുവൻ ചെളിയാണ്. അതെല്ലാം രൂപപ്പെടുത്തി ഉണങ്ങി അതിനെ നല്ല കളറൊക്കെ ചെയ്ത് ഇതിനെ നല്ല അലുമാരിയിലും നല്ല ഷോപ്പിലൊക്കെ ഇത് വിലയിട്ട് വയ്ക്കും. മണ്ണിൻ്റെ വിലയല്ല അവിടെ ഇടുന്നത്. രൂപപ്പെട്ട ഇതിൻ്റെ സൗന്ദര്യം വർദ്ധിച്ച് ഇതിൻ്റെ രൂപമൊക്കെ വരുമ്പോൾ ഇതിന് വില കൂടുതലാണ്. പറയുന്ന വിലയ്ക്ക് ആളുകൾ മേടിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനും ദൈവം ഇങ്ങനെ രൂപപ്പെടുത്തലുകൾ നൽകും. പൊട്ടിതാ, ചളുങ്ങിപ്പോയി, ശരിയാകാതെ പോയി എന്നും പറഞ്ഞ് അവിടെ മനസ്സ് മടുത്തു പോകാനല്ല, ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ദൈവമാ രൂപപ്പെടുത്തുന്നത്. അതാണ് 5-ാമത്തെ വാക്യം. ഇത്രയും കണ്ടപ്പം ജെറമിയ കണ്ട കാര്യമാണ് 5-ാമത്തെ വാക്യം. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു. ആരോടാ? എന്നോട്, ജെറമിയായോട് അരുളി ചെയ്തു. അത് ശ്രദ്ധിച്ചു വായിക്കാം. നിങ്ങളും ബൈബിളിൽ ഒന്ന് വായിച്ചത് 6-ാമത്തെ വാക്യം. ഇസ്രായേൽ ഭവനമേ, ഈ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ഇതുപോലെ ഞാനും ചെയ്യുമെന്ന്. ജെറമിയായെ ദൈവം കാണിച്ചു കൊടുത്തത് മണ്ണിനകത്ത് കുഴച്ച് മറിച്ച് ഇളക്കി എല്ലാം കൂടെ രൂപപ്പെടുത്തി, അതിനെ രൂപപ്പെടുത്തി ചക്രത്തിന്മേൽ വച്ച് ഇങ്ങനെ രൂപപ്പെടുത്തി ഇങ്ങനെ പാത്രമായി വരുന്നു. അത് റെഡിയാകാറായപ്പോൾ ഉണ്ട് അതിൻ്റെ വക്ക് ചളുങ്ങിപ്പോകുന്നു. അപ്പോൾ കുഴച്ച് ഒറ്റ ഏറെറിഞ്ഞ് 4 ചീത്ത പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നില്ല. വീണ്ടും അതിനെ എടുത്ത് തനിക്കിഷ്ടമുള്ള രൂപത്തിൽ മെനയുന്നൊരു
ഒരു കുശവനെ അവിടെ കണ്ടപ്പം ജെറമിയായോട് ദൈവം പറയുവാണ്, ആ കുശവൻ പോലെയാണ് ഞാൻ, നിൻ്റെ ജീവിതത്തെ അതുപോലെ രൂപപ്പെടുത്തുമെന്ന്. ആരാന്നറിയോ? ജെറമിയ ദൈവത്തിന് ഈ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ആദ്യം, ഞാൻ സംസാരിക്കാൻ പോലും പാടവമില്ലാത്തൊരുത്തനാണ് എന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞു. എൻ്റെ വാക്കുകൂടിയതും ഞാനൊന്നിനും കഴിവില്ല, ഞാൻ കേവലം ബാലനാണെന്നൊക്കെ പറഞ്ഞ് ജെറമിയായ്ക്ക് എത്ര അധ്യായമുണ്ട്? ജെറമിയ പ്രവാചകന് പുസ്തകത്തിന് ഏകദേശം 52 അധ്യായം എഴുതിയ ജെറമിയ ആദ്യം പറഞ്ഞത്, ഞാൻ കേവലം ബാലനാണ്, എനിക്ക് സംസാര പാഠവുമില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, ഈ ബാലനാണെന്ന് പറയരുത്, വിക്കനാണ്, പറയാൻ കഴിവില്ല, എനിക്കൊന്നും കഴിവില്ല, ഞാൻ വക്ക് കൂടിയതാന്ന് പറഞ്ഞ് ജെറമിയായാണ് ഇത്രയും അധ്യായങ്ങൾ എഴുതിയത്, ഇത്രയും കഴിവുള്ളവനായി മാറിയത്. ആരാ രൂപപ്പെടുത്തിയത്? ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ രൂപപ്പെടുത്തും. ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ രൂപപ്പെടുത്തും. ദൈവം നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തും. ദൈവം നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിയോഗങ്ങളെ രൂപപ്പെടുത്തും, ഭംഗിയുള്ളതായി മാക്കി മാറ്റും. എന്നിട്ട് എഴുതിയിരിക്കുന്ന അടുത്ത വാക്യം ഇങ്ങനെയാണ്, 6-ാമത്തെ വാക്യം ഒന്നും കൂടെ ഞാനത് വായിച്ചു പറയുകയാണ്. ഇസ്രായേൽ ഭവനമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ഇസ്രായേൽ ഭവനമേ, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ. ആ വാക്കാണ് പ്രാധാന്യമുള്ള വാക്ക്. എന്താ പറഞ്ഞത്? കുശവൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ. സത്യമാണ്, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് ഞാനും നിങ്ങളും ഓരോരോ ദൈവത്തിൻ്റെ കയ്യിൽ. നമ്മളൊക്കെ ശരിയാകാതെ പോയി, വക്ക് കൂടിയിട്ടുണ്ട്, പ്രശ്നമുണ്ട്, ദൈവം തന്ന സൗന്ദര്യം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, പല കുഴപ്പങ്ങളും കുറവുകളും ബലഹീനതകളും പാപങ്ങളും വീഴ്ചകളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ആയിരക്കണക്കിനുള്ള വക്ക് കൂടിയ ഒരു പാത്രമാണ് പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന ഒരുപക്ഷെ നിങ്ങളും. ഞാനും എല്ലാം തികഞ്ഞൊരു പാത്രമല്ല, വക്ക് കൂടിയ പാത്രമാണ്. ശരിയാകാതെ പോയിട്ടുണ്ട് പലതും, എല്ലാത്തിനും പല കാര്യങ്ങളിലും കുറവുകളും വീഴ്ചകളുമുണ്ട്. പക്ഷെ തകരുന്നില്ല, നിരാശപ്പെടുന്നില്ല. വീണ്ടും ദൈവമാകുന്ന കുശവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാണ്. ദൈവമേ, ഇതാണ് ഞാൻ, വക്ക് ശരിയായിട്ടില്ല, കോടിയിട്ടില്ല, പൊട്ടിപ്പൊളിഞ്ഞു പോയി. പക്ഷെ ദൈവം എന്ത് ചെയ്യും? അതിനെ വീണ്ടും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്ക്, ശരിയാകാതെ പോയുമ്പം തെറി പറഞ്ഞു അല്ലെങ്കിൽ മോശവാക്കുകൾ പറഞ്ഞു എന്നല്ല, വീണ്ടും അതിനെ സ്നേഹത്തോടെ കൈകളിലെടുക്കും. എവിടെയെങ്കിലും ശരിയാകാതെ പോയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വാക്ക് കേൾക്ക്. ദൈവം 2 കൈ കൊണ്ടും നിങ്ങളുടെ ജീവിതത്തെ എടുത്ത് രൂപപ്പെടുത്തും, ഭംഗിയുള്ളതാക്കി മാറ്റും. നിരാശപ്പെടരുത്, ഒട്ടും നിരാശപ്പെടരുത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ടാണ് ദൈവം പറയുന്നത്, അല്ലാതെ ഒരു 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 പിക്ചറിനെ നോക്കിയിട്ട് പറഞ്ഞതല്ല. നിങ്ങളുടെ കുടുംബത്തെയും ജീവനെയും ജീവിതത്തെയും നോക്കിയിട്ടാണ് ദൈവം ഇത് പ്രസംഗിക്കുന്നത്. ഇത് മണ്ണിൻ്റെ കാര്യമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യമാണ്. ഒരു മണ്ണിൻ്റെ കാര്യവും പാത്രത്തിൻ്റെ കാര്യവും ചെടിച്ചട്ടി ഉണ്ടാക്കിയത് കല ഉണ്ടാക്കിയ കാര്യം പറയാനല്ല ഇത് പറഞ്ഞത്. ജീവിതമാകുന്ന പാത്രം ദൈവം എന്നാ ചെയ്യുന്നതെന്ന് പറയാനാണ്. സാവൂൾ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിനെതിരെ ചിന്തിക്കുന്നവനായിരുന്നു, ഉപദ്രവിക്കുന്നവനായിരുന്നു. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഒരു കുതിരപ്പുറത്ത് താഴെ വീണ് കഴിഞ്ഞ് അനനിയാസിനോട് ദൈവം പറഞ്ഞു അവൻ്റെ തലയിൽ പോയി കൈവച്ച് പ്രാർത്ഥിക്കാൻ. അപ്പോൾ അനനിയാസ് പറഞ്ഞു, എൻ്റെ കൈ അവൻ വെട്ടിക്കളയും, അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഉപദ്രവകാരിയാണ്, ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറയുന്നൊരു വാക്കുണ്ട്, അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാണ് എന്ന് പറഞ്ഞൊരു പാത്രം എന്നാണ് വാക്ക് പറഞ്ഞിരിക്കുന്നത്. സാവൂൾ എങ്ങനെയാണ് ദേഷ്യമുള്ള, വാളെടുത്ത് വെട്ടുന്ന, ഉപദ്രവിക്കുന്ന, പീഡിപ്പിക്കുന്ന സ്വഭാവമുള്ള, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന വക്ക് കൂടിയ സാവൂൾ എന്ന പാത്രത്തെ ദൈവം സുവിശേഷകനാകുന്ന, അനുഗ്രഹമുള്ള, കൃപാവരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഭംഗിയുള്ളൊരു പാത്രമാക്കി ഈ പുസ്തകത്തിലുണ്ട്. ആരെ രൂപപ്പെടുത്തിയത്? കുതിരപ്പുറത്ത് അനനിയാസ് വരെ പറഞ്ഞു, ഞാൻ അവൻ്റെ തലയിൽ കൈവയ്ക്കുകയല്ല, ഞാൻ അവൻ്റെ അടുത്തേക്കൊന്നും പേടിച്ചിട്ട് പോവില്ല, അവനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് സാരമില്ല, പണ്ടവൻ അങ്ങനെ ആയിരിക്കാം, ഇപ്പോൾ അവൻ ദൈവം രൂപപ്പെടുത്തിയൊരു പാത്രമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വക്ക് കൂടിയ പാത്രമല്ലേ, ചളുങ്ങിയ പാത്രമല്ലേ, നമ്മൾ പറയില്ലേ ഉപേക്ഷിക്കപ്പെട്ട ആർക്കും വേണ്ടാത്ത ജീവിതമല്ലേ. ദൈവം ആ വ്യക്തിയെ, സമറിയ എന്ന പട്ടണത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ദൈവം കണ്ട പാത്രമായിരുന്നു അവളാണ് പോയി പറഞ്ഞത്, എനിക്കൊരാളെ അറിയാം. ആ പട്ടണത്തിലുള്ള ജനങ്ങളെ മുഴുവൻ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് ഈ വ്യക്തിയാണ്. എങ്ങനെയാണ് ഈ വക്ക് കൂടിയ പാത്രം ഇത്ര അനുഗ്രഹത്തിന് കാരണമായ പാത്രമായത്? ദൈവം അവളുടെ ജീവിതത്തെ രൂപപ്പെടുത്തി. എന്നെ നിങ്ങളെ രൂപപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഗോഡ് ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ആർക്കിടെക്റ്റ്, ഹീസ് ആൻ ഇൻ്റലിജൻറ്റ് ക്രിയേറ്റർ. ദൈവം ബുദ്ധിമാനായ കലാകാരനും സൃഷ്ടികർത്താവും
എൻജിനീയറൊക്കെയാണ്. നിങ്ങളുടെ ജീവിതത്തെ ദൈവം രൂപപ്പെടുത്തും. അതിനായി പ്രാർത്ഥിച്ച് ഒരുങ്ങി ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തെ, വ്യക്തി ജീവിതങ്ങളെ എല്ലാം ചളങ്ങിയ പാത്രം പോലെ, അല്ലെങ്കിൽ കുഴഞ്ഞ ചെളി പോലെ, മണ്ണിൻ്റെ കൂട്ടം പോലെ ഇരിക്കുന്നൊക്കെ അവസ്ഥയായിരിക്കാം. ദൈവം നമ്മളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുമെന്നാണ് പ്രസംഗിച്ചത്. ദൈവം ആരാധനയിൽ നിങ്ങൾ സമർപ്പിക്കണം. പാഴായിപ്പോയൊരു ജന്മമാണ്. ചിലർ പറയും ഒരു പാട്ടുകാരൻ അങ്ങനെ പാട്ട് എഴുതിയിട്ടുണ്ട്, പാഴായിപ്പോയൊരു ജന്മമാണ് എൻ്റെ, ആ കുശവൻ തൻ കയ്യിലേകുന്നു എൻ്റെ ജീവിതമാകുന്ന പാത്രത്തെ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്. ജീവിതമാകുന്ന ഈ കുറവും കുഴപ്പങ്ങളും പാപവും ബലഹീനതകളും നിസ്സാരതകളും ഒക്കെയുള്ള ജീവിതമാകുന്ന ആ പൊട്ടിപ്പോയ ചളുങ്ങിപ്പോയ പാത്രത്തെ ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് മെനയാൻ പാകത്തിന് ദൈവത്തിൻ്റെ കരങ്ങളിൽ വിശ്വാസത്തിൽ വെച്ചു കൊടുക്കുന്ന 30ാമത്തെ ആരാധനയാണിന്ന്. ഒത്തിരി പൊട്ടിപ്പോയ ജീവിതങ്ങളെ ദൈവം മനോഹരമുള്ള ജീവിതമാക്കി മാറ്റും, അനുഗ്രഹമുള്ള പാത്രങ്ങളാക്കി മാറ്റും, വിലയുള്ള പാത്രമാക്കി മാറ്റും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കാം, ദൈവിക ഇടപെടലിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കാരുണ്യം നമുക്കുണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയിലേക്ക് പ്രതീക്ഷയോടെ പ്രവേശിക്കാം. ദിവ്യമാം സ്നേഹമേ പരമ്പൊരുളേ, ആരാധനക്കേറ്റം യോഗ്യനേ, അപ്പമായി മാനവത്തിൽ വസിക്കാൻ സക്രാരിയിൽ വാഴും തിരുഭോജ്യമേ. ദിവ്യമാം സ്നേഹമേ പരമ്പൊരുളേ, ആരാധനക്കേറ്റം യോഗ്യനേ, അപ്പമായി മാനവത്തിൽ വസിക്കാൻ സക്രാരിയിൽ വാഴും തിരുഭോജ്യമേ. ആരാധന 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 ദിവ്യകാരുണ്യമേ. ആരാധന 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 ദിവ്യകാരുണ്യമേ. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനുമായി ഒരുങ്ങാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന 30ാമത്തെ ദിവസത്തിലാണുള്ളത്. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ വിമല പാതിൽ എന്ന ശുശ്രൂഷയുടെ 30ാമത്തെ ദിവസം കേട്ട വചനവും പങ്കെടുക്കുന്ന ഈ ആരാധനയും നിങ്ങളുടെ ഭവനത്തിലേക്കൊരു അനുഗ്രഹമായത് മാറട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, സാഹചര്യങ്ങളിൽ, പ്രാർത്ഥനാ നിയോഗങ്ങളിലെല്ലാം അനുഭവിക്കാൻ കഴിയട്ടെ. നമുക്കൊരു നിമിഷം നമ്മളുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കണം. സാധിക്കുമെങ്കിൽ നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കുകയാണ്. അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയാണ്. അങ്ങ് ഞങ്ങളോട് കാണിച്ച എല്ലാ വലിയ നന്മകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങയെ ഞങ്ങൾ
മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടുന്നതിനെ ഓർത്ത്, ഞങ്ങളെ അങ്ങ് സ്നേഹിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ നാഥ, ആരാധന. ചേർന്ന് പാടാമോ എല്ലാവരും? ആരാധന, ആരാധന യേശുവേ നാഥ, ആരാധന. ഈ ദിവ്യകാരുണ്യത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. ഇപ്പോഴും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കാരുണ്യം വർഷിക്കപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ കൊണ്ടുവന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. 30-ാമത്തെ ദിവസം നമ്മൾ കേട്ട ദൈവവചനത്തെ ഈ ആരാധനയിൽ കൊണ്ടുവരാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിലെ വചനമാണ്. 1 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ്. അതിൻ്റെ പശ്ചാത്തലമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കേട്ടത്. തുടർന്ന് ആ വചനവുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് ആരാധിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന ജെറമിയ എന്ന പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ച് കുശവൻ്റെ വീട്ടിൽ കൊണ്ടുചെന്ന് അവിടെ വച്ച് ദൈവം ജെറമിയായോട് സംസാരിച്ചു. ഇന്ന് ദൈവം നിങ്ങളോട് ദൈവവചനത്തിലൂടെ സംസാരിച്ചു. ഈ ആരാധനയിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും. ജെറമിയായോട് ദൈവം സംസാരിച്ചു. ജെറമിയായോട് പറഞ്ഞു, നീ കുശവൻ്റെ വീട്ടിൽ ചെല്ലുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കാര്യം, നമ്മളുടെ ജീവിതത്തെ ദൈവം രൂപപ്പെടുത്തും എന്ന് പറയാനാണ്. മെനഞ്ഞെടുക്കും. എന്തു തരത്തിൽ ഡിസോർഡർ ആയതാണേലും, എത്ര മോശമായി പോയ ഒരവസ്ഥയിലാണേലും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തോ, ദൈവം അതിനെ ഓർഡറിലാക്കും. ആ ഡിസോർഡർ മാറ്റി അവിടെ ഒരു ഓർഡർ കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ച് പറയുന്നത് തന്നെ ദൈവം ഒരു കലാകാരനാണെന്നാണ് പറയുന്നത്. God is an intelligent designer. ജീവിതത്തെ ഡിസൈൻ ചെയ്യുന്ന കലാകാരനാണ് ദൈവമെന്ന് പറയാറുണ്ട്. നമുക്ക് ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ, കുടുംബത്തെ, ഭാവിയെ എല്ലാം സമർപ്പിക്കുക. കൊടുത്ത് പ്രാർത്ഥിക്കുമുണ്ടല്ലോ, ദൈവം എന്ന കലാകാരൻ നിങ്ങളുടെ ജീവിതമാകുന്ന ആ ഒരു പാത്രത്തിന് നല്ല ഭംഗി കൊണ്ടുവരും, രൂപം കൊണ്ടുവരും, അതിന് വില കൈവരും. ഇവിടെ നമ്മൾ കാണുന്നത്, കുശവൻ്റെ വീട്ടിൽ ജെറമിയ ചെല്ലുമ്പോൾ കാണുകയാണ്, മണ്ണിൽ പണിയെടുക്കുന്ന ഒരു കുശവൻ. മണ്ണ് കുഴച്ച് അതിൽ ചക്രത്തിന്മേൽ എടുത്തു വച്ച് പാത്രം ഉണ്ടാക്കുന്നൊരു കുശവനെയാണ് കണ്ടത്. എന്താണ് ഈ ചെളി? എന്താണ് ഈ മണ്ണ്? എന്താണ് ഈ ചക്രം? ഏതാണ് ആ കരം? ഇതെല്ലാം തമ്മിൽ ദൈവം എന്തോ കാര്യം ജെറമിയായോട് സംസാരിച്ചു. ജെറമിയായോട് മാത്രമല്ല, എന്നോടും നിങ്ങളോടും ദൈവം സംസാരിക്കാനാണ് ഈ സംഭവം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി രേഖപ്പെടുത്തി വച്ചത്. ഹല്ലേലൂയ. ഇപ്പോൾ കുശവൻ്റെ കയ്യിലിരിക്കുന്നത്, അല്ലെങ്കിൽ മുമ്പിലുള്ളത്, വലിയൊരു മൺകൂനയാണ്. അതിൽ നിന്ന് മണ്ണെടുത്ത് വെള്ളം ചേർത്ത് അതിനെ ഫ്ലെക്സിബിളാക്കി കുഴച്ചു വച്ചിരിക്കുന്ന ചെളിയായി അവിടെയുണ്ട്. കുശവൻ അതിനെ തൻ്റെ കൈകൾ കൊണ്ട് എടുക്കുകയാണ്. എടുത്ത് ചക്രത്തിന്മേൽ വെച്ച്, കറങ്ങുന്ന ചക്രത്തിന്മേൽ വെച്ച് തൻ്റെ കൈവിരലുകൾ കൊണ്ട് അതിനെ രൂപപ്പെടുത്തുന്നൊരു കാഴ്ച ദൈവം ജെറമിയായെ കുശവൻ്റെ വീട്ടിൽ വെച്ച് കാണിച്ചു. നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ തകർന്ന ഒരു ജീവിതമാകാം, മണ്ണുപോലെ കുഴഞ്ഞ ഒരവസ്ഥയിലാകാം. അങ്ങനെയുള്ള ജീവിതമാണോ നിങ്ങളുടേത്? ദൈവമാകുന്ന കുശവൻ്റെ കയ്യിലേക്ക് ജീവിതത്തെ കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങൾ, ദൈവത്തിൻ്റെ കൈവിരലുകൾ നിങ്ങളുടെ ജീവിതത്തെ
ക്രമീകരിക്കാൻ തുടങ്ങും. തകർന്നതിനെ, കുഴഞ്ഞതിനെ പണിയെടുത്തത് രൂപപ്പെടുത്താൻ തുടങ്ങും. ദൈവത്തിൻ്റെ കരങ്ങൾക്ക് ജീവിതത്തെ രൂപപ്പെടുത്താനുള്ള കഴിവുണ്ട്. കുറേ സമ്പത്തും കുറേ ജോലിയും ഒക്കെ ഉണ്ടെന്നോർത്ത് രൂപപ്പെടണമെന്നില്ല. രൂപപ്പെടുത്തുന്നത് ദൈവമാണ്, ഭംഗിയാക്കുന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് ഗോഡ് ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ഡിസൈനറാണ് എന്ന് പറയാൻ കാരണം. ദൈവം ഒരു ബുദ്ധിമാനായ കലാകാരനാണ്, ഡിസൈനറാണ്. ഡിസൈൻ ചെയ്യും ദൈവം. നമ്മുടെ ജീവിതത്തെ ഡെക്കറേറ്റ് ചെയ്യും, അലങ്കരിക്കും. ജീവിതത്തെ അലങ്കരിക്കുന്ന ദൈവമുണ്ട്, ജീവിതത്തെ മനോഹരമാക്കുന്ന ദൈവമുണ്ട്. വിലയില്ലാത്ത ചെളിയെ വിലയുള്ള പാത്രമാക്കി മാറ്റാൻ ആ കരങ്ങൾക്ക് കഴിവുണ്ട്. അങ്ങനെയെങ്കിൽ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങാം. പരിശുദ്ധാത്മാവ് നമ്മളെ ഏറ്റെടുക്കട്ടെ. ഒരിക്കലും ഒരു കഥ പോലെ കേട്ട ഒരു കാര്യം ഈ സമയത്ത് ഓർക്കുന്നു. ഒരു മനുഷ്യൻ, അയാൾ ആക്രിക്കടകളിൽ ചെല്ലാറുണ്ട്. അയാൾ ഒരു ഡിസൈനറാണ്, ഒരു കലാകാരനാണ്. അയാളുടെ ഭാര്യ എപ്പോഴും അയാളോട് വഴക്കു പറയും. ആർക്കും വേണ്ടാത്തത് എന്തിനാണ് നിങ്ങൾ ആ ആക്രിക്കടയിൽ പോയി? ഒന്നാമതേ ആർക്കും വേണ്ടാത്ത പാത്രങ്ങളും ഒക്കെയാണ് ആൾക്കാർ ഉപേക്ഷിക്കുന്നതാണ്, കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കുന്നതാണ് ആക്രി സാധനങ്ങളായി മാറുന്നത്. നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ടൗണിലൊക്കെ കാണാം ആക്രി സാധനങ്ങൾ ഇങ്ങനെ ആർക്കും വേണ്ടാത്ത ഇരുമ്പും കമ്പിയും പാത്രങ്ങളും ചളുങ്ങിയതും വക്കുകൂടിയതും എല്ലാം കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. കിട്ടുന്ന വിലയ്ക്ക് ഒഴിവാക്കിയത് ആർക്കും വേണ്ടാത്തതാണ്. അങ്ങനെയുള്ള ഓരോന്നിനും ഓരോ കഥ പറയാനുണ്ട്. എന്നെ ആർക്കും വേണ്ടാത്തതാണ്, ഉപേക്ഷിക്കപ്പെട്ടതാണ് എന്നൊക്കെ പറയാൻ ഒരു കഥ പറയാനുണ്ട് ആ ഓരോ പാത്രങ്ങൾക്കും ഓരോ ഇരുമ്പ് കഷ്ണങ്ങൾക്കും. പക്ഷേ ഈ ഒരു മനുഷ്യൻ, ഈ കലാകാരൻ ആക്രിക്കടയിൽ ചെന്ന് കിട്ടുന്ന വിലയ്ക്ക് ആർക്കും വേണ്ടാത്ത പാത്രവും ചളുങ്ങിയതും ചെളി പിടിച്ചതും മങ്ങിയതും കളറ് പോയതിനെയൊക്കെ വീട്ടിൽ കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ അയാളുടെ ഒരു പ്രത്യേക റൂമിൽ അതുകൊണ്ട് അടുക്കി വയ്ക്കും. അപ്പോൾ അയാളുടെ ഭാര്യ എപ്പോഴും വഴക്ക് പറയും, ഈ വീട്ടിൽ മുഴുവൻ പഴയ സാധനങ്ങളാണ്, ഇതെല്ലാം കൊണ്ട് ഈ വീട് വെച്ച് നിറച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വന്നു കണ്ടാൽ എന്തു പറയും? അയാളുടെ മുറിയിൽ അത് സൂക്ഷിച്ച് ചില സമയത്ത് അയാൾ അതിലെ ആർക്കും വേണ്ടാതിരുന്ന അയാൾ മേടിച്ചു കൊണ്ടിരുന്ന പാത്രത്തെ എടുത്ത് അയാളുടെ മേശപ്പുറത്ത് വയ്ക്കും. എന്നിട്ട് അയാളുടെ ബുദ്ധിയിൽ, അയാളുടെ ആലോചനയിൽ അയാളെന്ന കലാകാരനിൽ നിന്നുണ്ടാകുന്ന ആശയമനുസരിച്ച് അതിനെ ഡിസൈൻ ചെയ്യും. ആർക്കും വേണ്ടാത്തതിനെ ചില പെയിൻറ്റിംഗ് ഒക്കെ കൊടുക്കും, ചില ഡിസൈനൊക്കെ കൊടുക്കും. എന്നിട്ട് അത് അയാളുടെ കരങ്ങളിലൂടെ കയറി ഇറങ്ങി പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ 5 രൂപ പോലും വിലയില്ലാതിരുന്ന ഈ പാത്രം ഇപ്പം 500 രൂപ വിലയ്ക്കത് കൊടുക്കുന്ന അവസ്ഥയിൽ ചില്ലിട്ട ഫ്രെയിമിൽ അത് കടകളിൽ അതിൻ്റെ വില എഴുതി വെച്ച് അത് വിൽക്കാൻ വച്ചിരിക്കുന്നു. 5 രൂപ പോലുമില്ലാത്ത ഒരു പാത്രം ഇതാ ഒരു കലാകാരൻ്റെ കൈകളിലൂടെ കയറി ഇറങ്ങി ഡിസൈൻ ചെയ്തപ്പം ഇന്നതിന് 500 രൂപയ്ക്ക് മേടിക്കാൻ ആളുണ്ട്. ഇതിനെങ്ങനെയായി വിലയുണ്ടായത്? ഇതൊരു കലാകാരൻ്റെ കൈകളിലൂടെ കയറി ഇറങ്ങിയെന്ന് പോയി. ജീവിതം ഇങ്ങനെയാണ്. ജീവിതം, കുടുംബം, ഭാവി, സ്വപ്നം, വിദ്യാഭ്യാസം, ആരോഗ്യം, ബിസിനസ്, ജീവിതവുമായി ബന്ധപ്പെട്ടത് മുഴുവൻ ദൈവമാകുന്ന ആ സർവശക്തൻ്റെ, ആ കലാകാരൻ്റെ കൈകളിലൂടെ കയറി ഇറങ്ങുമ്പോഴാണ് ജീവിതത്തിനും അർത്ഥവും വിലയും മൂല്യവും കൈവരുന്നത്. അങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാം. ഈ വചനം വായിക്കുന്നതിന് മുമ്പ്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇത്രയും പറഞ്ഞതൊന്ന് പ്രാർത്ഥിക്കണ്ടേ? ഇത്രയും പറഞ്ഞത് കേട്ട് മറക്കുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് സമർപ്പിക്കണ്ടേ? നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളിൽ, ശുശ്രൂഷയിൽ എല്ലാം നിങ്ങളുടെ ജീവിതത്തെ സർവശക്തനായ ദൈവമാകുന്ന കലാകാരൻ്റെ കയ്യിലേക്കൊന്ന് കൊടുത്തേ. വെറും കുഴഞ്ഞ മണ്ണിനെ പാത്രമാക്കി മാറ്റാൻ, അതിനെ വിലയുള്ള പാത്രങ്ങളാക്കി മാറ്റാൻ ഒരു കുശവന് കഴിയും, ഒരു കലാകാരന് കഴിയും. അങ്ങനെയെങ്കിൽ ജീവിതത്തെ പൊട്ടുവീണ, ചളുങ്ങിപ്പോയ, കളറ് മങ്ങിയ, വിലയില്ലെന്ന് സ്വയം പറഞ്ഞു പോകുന്ന, എന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ലെന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ഭവനത്തെ, നിങ്ങളുടെ കഴിവിനെ, ബുദ്ധിയെ, ആലോചനയെ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. ദൈവമാകുന്ന കലാകാരൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ആ ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതം ഭംഗിയാകും. നിങ്ങളുടെ കുടുംബജീവിതം കുറെ കൂടി മനോഹരമുള്ളതായി മാറും, സൗന്ദര്യമുള്ളതായി മാറും. നിങ്ങൾക്ക് കുറെ കൂടി സ്നേഹിക്കാനും അംഗീകരിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള കഴിവും കൃപയും ദൈവം നിങ്ങൾക്ക് തരും. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കുറെ പ്രാർത്ഥിക്കാൻ മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം.
മനസ്സിലാക്കാൻ പഠിക്കണം, മിണ്ടാതിരിക്കാൻ പഠിക്കണം, മിണ്ടുവാൻ പഠിക്കണം, പറയുവാൻ പഠിക്കണം, പറയേണ്ടത് പറയുവാൻ ശ്രമിക്കണം. ഇതെല്ലാം പ്രാർത്ഥനയുടെ ഭാഗങ്ങളാണ്. ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ അറിയത്തില്ല. പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ജീവിക്കാനും കൂടെ പഠിക്കുന്നതാണ് ആത്മീയത. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അധരം തുറന്ന് ഹൃദയം നുറുങ്ങി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ പാടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ സാന്നിധ്യം അയക്കണമേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങേണമേ, അഭിഷേകം ചെയ്തന്നെ, പുതു സൃഷ്ടിയാക്കണേ. എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങേണമേ, അഭിഷേകം ചെയ്തന്നെ, പുതു സൃഷ്ടിയാക്കണേ. വെൽക്കം ഹോളി സ്പിരിറ്റ്, വെൽക്കം ഹോളി സ്പിരിറ്റ്. We are in your presence. Fill us with your power. Live inside of me. ചേർന്ന് പാടാമോ? വെൽക്കം ഹോളി സ്പിരിറ്റ്, Welcome Holy Spirit. We are in your presence. Fill us with your power. Live inside of me. പരിശുദ്ധാത്മാവേ ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ, പറന്നിറങ്ങേണമേ, അഭിഷേകം ചെയ്തന്നെ, അഭിഷേകം ചെയ്തന്നെ, പുതു സൃഷ്ടിയാക്കണേ. അഗ്നിയും അഗ്നിയും നീയേ, കൊടുങ്കാറ്റും നീയേ, പെരുമഴ പോലെന്നിൽ പെയ്തിറങ്ങണേ. പാടാമോ? അഗ്നിയും നീയേ, അഗ്നിയും നീയേ, കൊടുങ്കാറ്റും നീയേ, പെരുമഴ പോലെന്നിൽ പെയ്തിറങ്ങണേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങേണമേ, പുതു സൃഷ്ടിയായി അഭിഷേകം ചെയ്തന്നെ, പുതു സൃഷ്ടിയാക്കണേ. നമ്മളിപ്പോൾ പാടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തണമെന്നാണ്. എല്ലാ കുടുംബങ്ങളും ഈ പാട്ടിൻ്റെ വരികൾ ശ്രദ്ധിച്ച് ഒന്നും കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു. എല്ലാവരും പാടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ തകർന്ന ജീവിതങ്ങളെ, കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ,
എല്ലാ വിധത്തിലും ആകെ തകർന്നിരിക്കുന്ന ഒരാളായിക്കൊള്ളട്ടെ. ദൈവം എന്ന കലാകാരൻ നിങ്ങളുടെ ജീവിതത്തിന് രൂപവും ഭാവവും നൽകും, സൗന്ദര്യം നൽകും. നിങ്ങളുടെ ജീവിതം ഒരു വലിയ ബ്ലെസ്സിംഗ് ആയി മാറും, ഒരു അനുഗ്രഹമായി മാറും. എല്ലാവരും സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വെൽക്കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളെ രൂപപ്പെടുത്തണമേ, ഞങ്ങളുടെ ജീവിതം ഭംഗിയുള്ളതാക്കണമേ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് രൂപപ്പെടുത്തണമേ. കുശവൻ തന്റെ കയ്യിലെ കളിമണ്ണ് കൊണ്ട് മെനയുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് മെനയണമേ, ഞങ്ങളുടെ കൂട്ടായ്മയെ അങ്ങ് മെനയണമേ, ഞങ്ങളുടെ ശുശ്രൂഷയെ അങ്ങ് മെനയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങേണമേ, അഭിഷേകം ചെയ്തന്നെ, പുതു സൃഷ്ടിയാക്ക്. ഈ പാടിയത് നിങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ, പറന്നിറങ്ങേണമേ, അഭിഷേകം ചെയ്തന്നെ, അഭിഷേകം ചെയ്തന്നെ, പുതു സൃഷ്ടിയാ. കരങ്ങൾ അല്പം യാചനാപൂർവം പിടിച്ചു പാടാമോ? വെൽക്കം ഹോളി സ്പിരിറ്റ്, വെൽക്കം ഹോളി സ്പിരിറ്റ്, we are in your presence, fill us with your power, live inside of me. പരിശുദ്ധാത്മാവേ, വെൽക്കം ഹോളി സ്പിരിറ്റ്, Welcome Holy Spirit, we are in your presence, fill us with your power, inside of me. അഗ്നിയും നീയേ, അഗ്നിയും നീയേ, കൊടുങ്കാറ്റും നീയേ, പെരുമഴ പോലെന്നിൽ പെയ്തിറങ്ങണേ. എല്ലാവരും ചേർന്ന് അഗ്നിയും നീയേ, അഗ്നിയും നീയേ, കൊടുങ്കാറ്റും നീയേ, പെരുമഴ പോലെന്നിൽ പെയ്തിറങ്ങണേ. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഇപ്പോൾ സമർപ്പിക്കുന്നു. ഈ ആരാധനയെ പങ്കെടുക്കുന്ന ഓരോ ജീവിതങ്ങളെ, പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെ, ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നവരെ എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു, എല്ലാവരെയും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറയണേ പ്രാർത്ഥിക്കുന്നു. അഗ്നിയും നീയേ, എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് എല്ലാം ഓർക്കുന്നു. കൊടുങ്കാറ്റും നീ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. പെരുമഴ പോലെന്നിൽ പെയ്തിറങ്ങണേ. ആവർത്തിച്ചു പാടാമോ? യേശുവേ, അഗ്നിയും നീയേ, കൊടുങ്കാറ്റും നീയേ, വിശ്വസിക്കുന്നു. പെരുമഴ പോലെന്നിൽ പെയ്തിറങ്ങണേ. വെൽക്കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നമ്മെ നിറയട്ടെ. we are in your presence, എല്ലാ കുടുംബങ്ങളിലും ഈ സാന്നിധ്യം നിറയട്ടെ. fill us with your power, ശക്തി കൊണ്ട് നിറയട്ടെ. live inside of me. എൻ്റെ ഉള്ളിൽ വസിക്കണമേ, എൻ്റെ ഉള്ളിൽ വസിക്കണമേ, എൻ്റെ ഉള്ളിൽ വസിക്കണമേ.
പരിശുദ്ധാത്മാവേ, 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 പറന്നിറങ്ങണമേ. അഭിഷേകം ചെയ്ത് പുതു സൃഷ്ടിയാക്കണേ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദിവസം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന്, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിന് നമ്മളെ തന്നെ സമർപ്പിച്ചു. കുശവൻ തൻ്റെ കൈ കൊണ്ടെടുത്തത് പാത്രത്തെയല്ല, മണ്ണിനെയാണ്. അതും കുഴഞ്ഞ മണ്ണിനെയാണ്. എടുക്കുമ്പോൾ തന്നെ കൈകളിലും ദേഹത്തൊക്കെ മണ്ണ് പറ്റും. അത്രയും ചെളിയാണ് കയ്യിലെടുത്തത്. പക്ഷെ അതിനെ ചക്രത്തിന്മേൽ വച്ച് തൻ്റെ കൈവിരലുകൾ ഓടിച്ചപ്പോൾ അത് വിലയുള്ള, എല്ലാവർക്കും വേണ്ട ഒരു പാത്രമായി, ഉപകാരമുള്ളൊരു പാത്രമായി മാറി. മണ്ണിൻ്റെ വിലയല്ല പാത്രത്തിന്. ചക്രത്തിൽ ഒന്ന് കയറി ഇറങ്ങിയപ്പം അത് പാത്രമായി മാറി. സാവൂൾ പൗലോസായപ്പോൾ യേശു പറഞ്ഞ വാക്കതാണ് അനനിയാസിനോട്, അവനെ ദൈവാനുഗ്രഹത്തിൻ്റെ കൃപയുടെ ഒരു പാത്രമാക്കി മാറ്റിയെന്ന്. നിങ്ങളുടെ കുടുംബത്തെ ദൈവം രൂപപ്പെടുത്തും കേട്ടോ. നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ എത്ര ചെളി പറ്റിയതാണെങ്കിലും കുഴഞ്ഞതാണെങ്കിലും ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് നിങ്ങളെ രൂപപ്പെടുത്തും കേട്ടോ. ഈ 33 ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു മിറക്കിളിൻ്റെ പേര് അതായിരിക്കും. എൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. എൻ്റെ ജീവിതം തകരുമെന്ന് ഓർത്താണ് ഞാനിരുന്നത്, എല്ലാം നഷ്ടപ്പെട്ടു എന്നോർത്തായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തപ്പോൾ ദൈവം അതിനെ രൂപപ്പെടുത്തി എന്ന് നിങ്ങൾ പറയും. എൻ്റെ കുടുംബം അനുഗ്രഹമായി മാറി. എൻ്റെ കയ്യിൽ നിന്ന് പോയതായെല്ലാം, പക്ഷെ ദൈവം അത് തിരിച്ചു തന്നു എന്ന് പറയാനിടവരും. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ പ്രാർത്ഥനയോടെ ഒരുങ്ങുകയാണ്. ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ കുടുംബത്തെ, ഭാവി തലമുറയെ, യുവതി യുവാക്കളെ, കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തണമേ, രൂപപ്പെടുത്തണമേ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, കുടുംബത്തിൽ സമാധാനം നിറയട്ടെ, ദൈവാനുഗ്രഹം നിറയട്ടെ, എന്നും പ്രാർത്ഥിക്കുന്ന അഭിഷേകം ലഭിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ, രൂപപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. വിലയുള്ളതായി മാറട്ടെ, ചിതറിക്കിടക്കുന്ന അവസ്ഥ മാറട്ടെ, കുഴഞ്ഞു മറഞ്ഞ അവസ്ഥകൾ മാറട്ടെ, അനുഗ്രഹം കൈവരട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ, സ്നേഹമുണ്ടാകട്ടെ, കൂട്ടായ്മയുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ, ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി. പാപികളുടെ മാനസാന്തരത്തിനായി 33 വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക.
വിമലപാതയിലെ എപ്പിസോഡുകൾ വീണ്ടും കാണുന്നതിനും ശാലോം ടിവിയിലെ മറ്റു പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും ശാലോം ടിവി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ, തകർന്നവർക്ക് പ്രതീക്ഷയേകാൻ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവിൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.